പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാപ്പ് ഫംഗ്ഷനെ കുറിച്ചാണ്. മാപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐറ്ററബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിലെ ഓരോ ഐറ്റത്തെയും ഒരു ഫംഗ്ഷൻ്റെ അകത്തായിട്ട് മാപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി മാപ്പ് ഫംഗ്ഷൻ .py എന്ന് പറയുന്നൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫയലിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഐറ്ററബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലെ ഓരോ ഐറ്റത്തെയും ഒരു ഫംഗ്ഷൻ്റെ അകത്തായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ്റെ പേര് തൽക്കാലത്തായിട്ട് ടോയ്സ് എന്ന് കൊടുക്കുകയാണ്. ഡെഫ് ടോയ്സ്. ഈ ഫംഗ്ഷൻ എടുക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഐറ്ററബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ അകത്തെ ഓരോ ഐറ്റം ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇനി റിട്ടേൺ ചെയ്യുന്നത് ഐറ്റത്തിൻ്റെ ടോയ്സ്, അതായത് ഐറ്റം ഇൻറ്റു 2 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്തായിട്ട് പാസ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിൻ്റെയും ഇരട്ടി ഈ ഫംഗ്ഷൻ തിരികെ കൊടുക്കും. ഇനി നമുക്ക് വേണ്ടത് ഐറ്ററബിൾ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ്. അതിന് വേണ്ടിയിട്ട് my_iter എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഒരു ലിസ്റ്റാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 1, 2, 3, 4, 5 എന്ന് ഞാൻ കൊടുക്കുന്നു. ഇനി ഈ മാപ്പ് ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് മാപ്പ് ഓഫ് ആദ്യം കൊടുക്കേണ്ട ഇവിടെ ഫംഗ്ഷൻ്റെ പേരെന്താണെന്നുള്ളതാണ്. മാപ്പ് ഫംഗ്ഷൻ്റെ ഉള്ളത്തെ ആദ്യത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ പേരെന്താണെന്നുള്ളതാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ പേരെന്നുള്ളത് ഇവിടെ ടോയ്സ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫംഗ്ഷൻ്റെ പേര്. അപ്പോൾ ടോയ്സ് അടുത്തത് എന്ന് പറയുന്നത് സീക്വൻസ്. ഏത് സീക്വൻസ് ആണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്തായിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കണം. my_iter. നമ്മളിവിടെ ടോയ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ പേര് കഴിയുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നത്. മാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ ലിസ്റ്റിൻ്റെ അകത്തെ ഓരോ ഐറ്റത്തെയും ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്തായിട്ട് മാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളായിട്ട് ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫംഗ്ഷൻ്റെ പേര് മാത്രം ഇവിടെ കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് പൈത്തൺ map_function .py. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം തിരിച്ചു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന മെമ്മറി ലൊക്കേഷൻ ഏതാണെന്നുള്ളതായിരിക്കും. ഓക്കെ, ഈ മാപ്പ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐറ്ററബിൾ ആണ്. ഐറ്ററബിൾ ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പ്രിന്റ് ഫംഗ്ഷൻ റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിത് ഒരു വേരിയബിളിൻ്റെ അകത്തായിട്ട് അസൈൻ ചെയ്യുന്നു. mapped_lst എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ അകത്തായിട്ട് ഞാനിത് അസൈൻ ചെയ്തു. ഇനി നമുക്ക് ഫോർ i in mapped_lst പ്രിൻ്റ് i കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് my_iter എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്തെ ഓരോ ഐറ്റത്തിൻ്റെയും ഇരട്ടി നമുക്ക് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ കഴിയും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പൈത്തൺ map_function .py എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒന്നുകൂടെ റൺ ചെയ്യുകയാണ്. ഓക്കെ, 1ൻ്റെ ഇരട്ടി 2 ആണ്, 2ൻ്റെ ഇരട്ടി 4 ആണ്, 3ൻ്റെ 6, 4ൻ്റെ 8, 5ൻ്റെ 10. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ലിസ്റ്റിൻ്റെ അകത്തായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ഓഫ് മാപ്പ് ഓഫ് ടോയ്സ് my_iter എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് mapped_lst എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തായിട്ട് ലിസ്റ്റ് ആയിട്ടായിരിക്കും റിസൾട്ട് അസൈൻ ചെയ്യുക. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തെ ഈ ഫോർ ലൂപ്പ് കമൻറ്റ് ചെയ്യുകയാണ്. ഇനി പ്രിൻ്റ് mapped_lst കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ റിസൾട്ട് ലിസ്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നേരത്തെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് കിട്ടിയ അതേ റിസൾട്ട് തന്നെ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റോർ ആയിട്ടുണ്ട് mapped_lst എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തായിട്ട്. നിങ്ങൾക്ക് മാപ്പ് ഫംഗ്ഷൻ ലിസ്റ്റിൻ്റെ അകത്ത് മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ ടപ്പിളിൻ്റെ അകത്തും യൂസ് ചെയ്യാം. അപ്പോൾ ടപ്പിളിൻ്റെ അകത്തായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലത്തായിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് പാരാന്തസിസ് ആക്കി മാറ്റുന്നു. അതിനുശേഷം ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റിൻ്റെ അകത്തും ടപ്പിളിൻ്റെ അകത്തും മാത്രമല്ല, സ്ട്രിങ്ങിൻ്റെ അകത്തും നിങ്ങൾക്ക് ഈ മാപ്പ് ഫംഗ്ഷൻ അപ്ലൈ ആവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലത്തായിട്ട് ഇത് മാറ്റിയിട്ട് അരുൺ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ലിസ്റ്റിൻ്റെ അകത്തെ ഓരോ എലമെൻ്റ് എന്ന് പറയുന്നത് AARRUUNN എന്നായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പോൾ ശരി, വീണ്ടും കാണാം.